നടൻ സലിംകുമാറിന് നാടിന്റെ കണ്ണീർ പ്രണാമം. പൊതുദർശനം പറവൂർ ടൗൺ ഹാളിൽ തുടരുകയാണ്. പ്രിയ കലാകാരനെ അവസാന നോക്ക് കാണാൻ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രേക്ഷകരും ഒഴുകിയെത്തുന്നുണ്ട്. വൈകിട്ട് 3:30 ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. വിവരങ്ങളുമായി പറവൂർ ടൗൺ ഹാളിൽ നിന്നും അബ്ദുൾ റഹീം ചേരുകയാണ്. റഹീം, പ്രിയ കലാകാരനെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി നാട്ടുകാർ ഒഴുകിയെത്തുകയാണ് അവിടേക്ക്, പ്രദേശവാസികളെല്ലാം. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പൊതുദർശനം നടക്കുന്നത്? ആരൊക്കെയാണ് അവിടേക്ക് എത്തിച്ചേരുന്നത്? സ്വാതി, നമുക്കറിയാം വളരെ വലിയൊരു ദുഃഖമാണ് ഈ ഘട്ടത്തിൽ ഉള്ളത് എന്നാണ്. കാരണം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ, മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ സലിംകുമാർ, അദ്ദേഹം ഇപ്പോൾ വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പൊതുദർശനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പറവൂരിലെ ടൗൺ ഹാളിൽ, അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടായ പറവൂരിലാണ് അദ്ദേഹത്തിൻ്റെ പൊതുദർശനം ഇപ്പോൾ പുരോഗമിക്കുന്നത്. നിലവിൽ മന്ത്രി PC വിഷ്ണുനാഥ്, അതോടൊപ്പം തന്നെ നടനും MLA-യുമായിട്ടുള്ള രമേശ് പിഷാരടി, നിർമ്മാതാവ് ആൻഡോ ജോസഫ്, നടൻ ടെനി ടോം ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്. നടൻ ജയറാം ഇവിടെ ഉണ്ട്. കൂടാതെ അല്പസമയം മുമ്പ് നടി നവ്യ നായർ അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ച് ഇവിടെ നിന്ന് മടങ്ങിയത്. സിനിമാ മേഖലയിൽ അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള, അദ്ദേഹത്തിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളൊക്കെ തന്നെയും ഇപ്പോൾ പറവൂരിലെ ഈ ടൗൺ ഹാളിലേക്ക് എത്തുകയാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി. കൂടാതെ അദ്ദേഹത്തെ അറിയുന്ന, അദ്ദേഹത്തിൻ്റെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ ഒക്കെയും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഇവിടെയുണ്ട്. ഏതാണ്ട് 9:30 ആരംഭിച്ച പൊതുദർശനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രിയിലായിരുന്നു കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് അദ്ദേഹം റെസ്റ്റിലൊക്കെ ആയിരുന്നു. പക്ഷേ അപ്പോഴും പൊതുരംഗത്ത് അദ്ദേഹം സജീവമായി തന്നെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ UDF സ്ഥാനാർത്ഥികളിൽ കോൺഗ്രസിന് വേണ്ടിയൊക്കെ അദ്ദേഹം സജീവമായി തന്നെ രംഗത്ത് വന്നിരുന്ന ആളായിരുന്നു. ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ കുടുകൂടെ മലയാളികളെ ചിരിപ്പിച്ച ഒരു ആൾ തന്നെയായിരുന്നു സലിംകുമാർ. അതോടൊപ്പം തന്നെ മലയാളികളെ കണ്ണീരണിയിക്കുന്ന ഒരു പിടി കഥാപാത്രങ്ങളും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. സിനിമാ ലോകത്തെ ഹാസ്യവും വൈകാരികവുമായ രംഗങ്ങൾ ഒരുപോലെ തന്നെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു നടനായിരുന്നു സലിംകുമാർ. കൊച്ചിൻ കലാഭവൻ ഉൾപ്പെടെയുള്ള വേദികളിലൂടെയാണ് ടെലിവിഷൻ രംഗത്തേക്കും പിന്നീട് സിനിമ മേഖലയിലേക്കും അദ്ദേഹം കടന്നു വരുന്നത്. ഇഷ്ടമാണ് 100 വട്ടം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ. ഇപ്പോൾ സിനിമ അമ്മ സംഘടന ഉള്ള ആളുകൾ ഇപ്പോൾ അദ്ദേഹത്തിന് പുഷ്പചക്രം അർപ്പിക്കുകയാണ്. നടൻ ജയറാമുണ്ട്, ബാബുരാജുണ്ട്, കൂടാതെ കുക്കു പരമേശ്വരനുണ്ട്, ടിനി ടോമുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിന് ഇപ്പോൾ അവസാനമായി പുഷ്പചക്രം അർപ്പിക്കുകയാണ്. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, മലയാളികളെ ചിരിപ്പിക്കുകയും സാമൂഹിക വിഷയങ്ങളിൽ ഉൾപ്പെടെ നിലപാടുകൾ പങ്കുവെച്ച് ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മഹാനടൻ തന്നെയാണ് നമ്മളിൽ നിന്ന് കടന്നു പോകുന്നത്. അഭിനയ ജീവിതത്തിനപ്പുറം സംവിധായകൻ, എഴുത്തുകാരൻ എന്നീ മേഖലകളിലും അദ്ദേഹം തൻ്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. 2000 വിജിത് തമ്പി ചെയ്ത സത്യമേ ജയതേ എന്ന ചിത്രത്തിൽ അദ്ദേഹം കള്ളൻ്റെ വേഷമാണ് അദ്ദേഹത്തിന് ശ്രദ്ധിക്കപ്പെട്ടത്. പിന്നീട് ഈ പ്രകടനത്തിലൂടെ അദ്ദേഹം തെങ്കാശിപ്പട്ടണം, റാഫി മക്കാട്ടിൻ സംവിധാനം ചെയ്ത തെങ്കാശിപ്പട്ടണത്തിലേക്ക് വരുന്നു. നമുക്കറിയാം, ആ തെങ്കാശിപ്പട്ടണം എന്ന ചിത്രം നമ്മൾ അത്രമേൽ ചിരിച്ചത് പലപ്പോഴും സലിംകുമാറിൻ്റെ പല ഹാസ്യങ്ങളും കേട്ടിട്ടാണെങ്കിൽ അത് കണ്ടിട്ടാണ് നമ്മൾ പലപ്പോഴും ചിരിച്ചിട്ടുള്ളത്. കാരണം അത്രയധികം അദ്ദേഹത്തിൻ്റെ കഴിവ് ആ സിനിമയിൽ പ്രകടിപ്പിക്കപ്പെട്ടതാണ്. പിന്നീടാണ് അദ്ദേഹം ഒരു മുഴുനീള ഹാസ്യ കഥാപാത്രമായി അദ്ദേഹം സിനിമകളിൽ സജീവമായി വരുന്നത്. റാഫി മക്കാട്ടിൻ്റെയും ഈ സിനിമയിൽ അദ്ദേഹത്തെ വിളിക്കാൻ കാരണമായത് തെങ്കാശിപ്പട്ടണം ഹിറ്റായതോടെ സലിംകുമാറിൻ്റെ ഹാസ്യ കഥാപാത്രങ്ങൾ പിന്നീട് നിരവധി കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കാൻ കാരണമായി. മായാവിയിലെ സ്രാങ്ക്, കൂടാതെ കല്യാണരാമനിലെ പ്യാരിലാൽ, ചതിക്കാത്ത ചന്തുവിലെ ഡാൻസ് മാസ്റ്റർ വിക്രം മാസ്റ്റർ, അത് നമ്മൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുള്ള ഒരു കഥാപാത്രം തന്നെയാണ്. കാരണം ഇത്രയും പോപ്പുലറായി എന്നെ നിനക്ക് മനസ്സിലായില്ലടാ ജാടത്തിണ്ടി എന്നുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഇന്നും നമ്മൾ സുഹൃത്തുക്കൾക്കിടയിൽ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ്. കൂടാതെ പ്യാരിലാൽ, അത് അച്ഛൻ
അച്ഛനുറങ്ങാത്ത വീട് എന്ന സിനിമയിൽ അദ്ദേഹം ചെയ്ത 3 പെൺമക്കളുടെ അച്ഛനായി അദ്ദേഹം ചെയ്ത കഥാപാത്രം, കൂടാതെ ആദാമിൻ്റെ മകൻ അബു, നമുക്കറിയാം ഹജ്ജ് ചെയ്യാനായി പോകാൻ കൊതിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം ആ സിനിമയിലൂടെ അദ്ദേഹം വരച്ച് കാണിച്ചതാണ്. കൂടാതെ പിന്നീട് പെരുമഴക്കാലം, ഗ്രാമഫോൺ തുടങ്ങിയ സിനിമകൾ, കൂടാതെ പുലിവാൽ കല്യാണത്തിൻ്റെ സിനിമയൊക്കെ ആ സിനിമയുടെ കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു സിനിമ തന്നെ ആകെ മാറുന്നത് നമ്മൾ പലപ്പോഴും പറയണേ. മുംബൈയിൽ നിന്നുള്ളൊരു കാറ് കേരളത്തിലേക്ക് എത്തുന്നു, അങ്ങനെ കൊച്ചി എത്തുമ്പോൾ കൊച്ചി എത്തി എന്ന അദ്ദേഹത്തിൻ്റെ ഡയലോഗും, അങ്ങനെ ആ സിനിമയുടെ ഗതി തന്നെ മാറുന്നത് സലീംകുമാറും അതോടൊപ്പം തന്നെ കൊച്ചിൻ ഹനീഫയും എത്തുമ്പോഴാണ്. അങ്ങനെ ആ സിനിമകളിലെ കഥാപാത്രങ്ങളൊക്കെ മലയാളികളുടെ മനസ്സിൽ എപ്പോഴും എല്ലാ കാലത്തും തങ്ങി നിൽക്കുന്നവ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു നടൻ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കടന്നുപോക്ക് വലിയ രീതിയിൽ തന്നെയുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. അദ്ദേഹം കൊച്ചിൻ കലാഭവനിലെ സ്റ്റേജ് ഷോകളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ കരിയറിന് തുടക്കം കുറിക്കുന്നത്. പിന്നീട് ഏതാണ്ട് 4 വർഷത്തോളം തന്നെ കൊച്ചിയിലെ ആരതി തിയേറ്റേഴ്സിൻ്റെ ഭാഗമായി അദ്ദേഹം പ്രവർത്തിച്ചു. ഏഷ്യാനെറ്റിലെ കോമിക്കോള എന്ന കോമഡി പരിപാടിയുടെ അവതാരകനായി അദ്ദേഹം രംഗത്ത് വരുന്നു. പിന്നീട് സിദ്ദീഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് നൂറുവട്ടം എന്ന ചിത്രത്തിലൂടെ സിനിമാ മേഖലയിലേക്ക് വരുന്നു. പിന്നീട് നിരവധി, അതായത് അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങളും മലയാളികളെ ഒരുപോലെ തന്നെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പല കഥാപാത്രങ്ങളുമാണ് നമ്മളിപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തഗ്ഗൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുള്ളത്. പല അദ്ദേഹത്തിൻ്റെ സ്റ്റിക്കറുകളൊക്കെ നമ്മളിപ്പോഴും സജീവമായി നിലനിർത്തുന്നു. അങ്ങനെ മലയാളികളെ ഏത് മേഖലയിലുള്ള ആളുകളാണെങ്കിലും അവരെയൊക്കെയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു നടൻ തന്നെയാണ് സലീംകുമാർ. അങ്ങനെയുള്ള ഒരാളുടെ വിയോഗം സ്വാഭാവികമായും മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖം തന്നെയാണ്. 2005 അച്ഛനുറങ്ങാത്ത വീട് എന്ന ഒരു ചിത്രം, അത് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്താണ് 3 പെൺമക്കളുമായി ഒരു അച്ഛൻ്റെ കഥാപാത്രം അദ്ദേഹം അവതരിപ്പിച്ചപ്പോൾ സ്വാഭാവികമായും മനസ്സിനെ അത്രമേൽ ദുഃഖത്തിലാഴ്ത്തുന്ന ആ ഒരു സിനിമ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടർ നമ്മൾ കണ്ടതാണ്. പിന്നീടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2010 ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിലെ മികച്ച അഭിനയത്തിന് അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ തന്നെയുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തുന്നു. പിന്നീട് 2011 ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിൽ നിന്ന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് ലഭിക്കുന്നു. പിന്നെ 2013 അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച കൊമേഡിയനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം ലഭിക്കുന്നു. 2017 അദ്ദേഹം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത കറുത്ത ജൂതൻ എന്ന ചിത്രത്തിന് മികച്ച കഥയ്ക്കുള്ള കേരള സംസ്ഥാനത്തിൻ്റെ അവാർഡ് ലഭിക്കുന്നത്. പിന്നീട് അദ്ദേഹം ദൈവമേ കൈതൊഴാം കേക്കുമാറാകണം എന്ന സിനിമ അദ്ദേഹം സംവിധാനം ചെയ്യുന്നു. അങ്ങനെ ഓരോ മേഖലയിലും, സിനിമാ മേഖലയിൽ തന്നെ ഓരോ ഇടങ്ങളിലും അദ്ദേഹം തൻ്റെ വ്യക്തിമുദ്ര അല്ലെങ്കിൽ തൻ്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള ആൾ തന്നെയാണ്.